ഒന്ന് വേഗം വിടൂ. സീറ്റല്ല ഇപ്പൊ വീതിച്ച് കാണുമോ എന്തോ. താൻ നേരെ വിടറോ. നോ എൻട്രിയാ സാർ. മന്ത്രിക്ക് എന്തോന്ന് നോ എൻട്രി, താൻ വിടറോ. വണ്ടി അങ്ങോട്ട് ഒതുക്കി നിർത്താം. നിർത്താനല്ല, കേറാനാ പോണേ മന്ത്രി കസേരയിലോട്ട്. തന്നെയൊക്കെ കൊണ്ട് സല്യൂട്ട് അടുപ്പിക്കാൻ. തൽക്കാലം നീ അങ്ങോട്ട് ഒതുക്കി നിർത്താം. പോടാ. ആ വണ്ടി എവിടെ വിടറോ. പോലീസ്. എന്നെ തടയരുത് ബോസ്. എന്നെ തടയരുത് ബോസ്. ഏതെങ്കിലും ഒരു മന്ത്രിസ്ഥാനം എനിക്കും കൂടി തരണം. ഇല്ലെങ്കിൽ ആലപ്പുഴ ഡിസ്ട്രിക്ട് എനിക്ക് കാലുകുത്താൻ ഒക്കുകയല്ല. ഞാൻ ആത്മഹത്യ ചെയ്യേണ്ടി വരും. എന്താ ശശി ഇത്? ചൂല പിടിച്ച പിള്ളേര് മിഠായിക്ക് മോങ്ങുന്ന പോലെ മോങ്ങുന്നത്. ഓരോരുത്തരും മോഹിക്കുന്നത് സഹായിച്ചു കൊടുക്കാൻ എനിക്ക് ഒക്കുവോ? മറ്റുള്ളവരെ പോലെ എന്നെ കാണരുത്. ബോസിന്റെ കിടപ്പുറ വിരിക്കുന്ന ജോലി മുതൽ അടുക്കള പണി വരെ ചെയ്യുന്ന എന്നെ മന്ത്രിയാവാൻ ഒരു കുശിനിക്കാരന്റെ യോഗ്യത പോരല്ലോ. പോരെ. താൻ അധികം സംസാരിക്കണ്ട. അപ്പൊ എന്നെ മന്ത്രിയാക്കില്ലെന്ന് ഉറപ്പിച്ചില്ലേ? ഞാനിങ്ങനെ ആലോചിച്ചിട്ടേ ഇല്ല. ആഹാ, ആരാണ് നിങ്ങളെ കൊണ്ട് ഇത് പറയിപ്പിക്കുന്നെന്ന് എനിക്ക് നന്നായിട്ടറിയാം. പാർട്ടിയിൽ എന്റെ വളർച്ചയിൽ അസൂയ മൂത്ത നിങ്ങളുടെ മകൻ വേണു. എടോ, താൻ ഭ്രാന്ത് പറയരുത്. അവനെന്തൊരു കാര്യം? മുഖ്യമന്ത്രിയുടെ കുടുംബാധിപത്യം ഞാൻ അവസാനിപ്പിക്കും. ഈ ശൈലി ഞാൻ തിരുത്തും. നമുക്ക് കാണാം. ശശി, നീ ദോശ കഴിച്ചിട്ട് പോ. ആശ നശിച്ചിരിക്കുമ്പോഴല്ലേ ദോശ. ഈ അനീതിക്കെതിരെ പൊരുതാൻ നിങ്ങൾ എന്റെ കൂടെ ഉണ്ടാവണം. ഇല്ലെങ്കിൽ പാർട്ടിയിലെ യുവജനങ്ങൾ മുഴുവൻ നശിക്കും. സ്വന്തം മകനെ വലുതാക്കാൻ മുഖ്യമന്ത്രി മറ്റുള്ളവരെ വെട്ടി ചെറുതാക്കും. ഈ ഹരീഷ്ണന്റെ കാര്യത്തിലും അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. ഇയാൾക്ക് ഒരു MLA സീറ്റ് കൊടുക്കാൻ ഞാൻ കേണപേക്ഷിച്ചതാണ്, നിഷേധിച്ചു. അതോടെ ഞാൻ പിണങ്ങി. പിന്നെ ഞാൻ മൂലം തെരഞ്ഞെടുപ്പിൽ ഒരു പിളർപ്പുണ്ടാകല്ലോ എന്ന് കരുതി ഞാൻ അങ്ങ് ക്ഷമിച്ചു. ഇനി അത് പറ്റില്ല. നിങ്ങൾ എന്നോടൊപ്പം ഇല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് നിൽക്കും. ഈ യുദ്ധത്തിൽ നോ, ധർമ്മയുദ്ധത്തിൽ. അതെ, നമ്മളെല്ലാവരും ശശിയോടൊപ്പം ഉണ്ടാവും. അപ്പൊ മുഖ്യമന്ത്രി എന്ന നിലയിൽ ദിവാകർജി ഒരു പരാജയമാണെന്നാണോ നിങ്ങൾ പറഞ്ഞതിന്റെ അർത്ഥം? ഒരിക്കലുമല്ല. മുഖ്യമന്ത്രിയോട് വ്യക്തിപരമായി ഞങ്ങൾക്ക് ബഹുമാനമുണ്ട്. അദ്ദേഹത്തിന്റെ പ്രവർത്തന ശൈലിയാണ് എതിർക്കുന്നത്. ആ ശൈലി തിരുത്തണം. അതാണ് ഞങ്ങളുടെ ആവശ്യം. ഈ എതിർപ്പിൽ നിങ്ങളോടൊപ്പം ആരൊക്കെ ഉണ്ട്? അതൊക്കെ കാത്തിരുന്ന് കാണുക. കൂടുതലൊന്നും ഇപ്പൊ പറയാനില്ല. തിരുത്തലായതിനു ശേഷം വലിയ കഷ്ടമാണ് നമ്മുടെ സ്ഥിതി. കഴിഞ്ഞ കുറെ മാസങ്ങളായി 10 കാശിന്റെ വരുമാനമില്ലണ. എന്ന് വെച്ച് ആരുടെയും കാല് പിടിക്കാൻ വഴിത്തല ശശിയെ കിട്ടില്ല. ബോസ് വേണേ നമ്മളോട് മാപ്പി ചോദിക്കട്ടെ. ഒരു കോംപ്രമൈസിന് ബോസ് വിളിച്ചിരിക്കുന്ന സ്ഥിതിക്ക് ശശി പോകുന്നതിൽ തെറ്റില്ല എന്നാ എന്റെ അഭിപ്രായം. അതാ ഞങ്ങളുടെ അഭിപ്രായം. എല്ലാരും കൂടി പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ തന്നെ പോകാം. ബോസ്, എന്താ ഇത്? ആരാ ഇയാളെ കൊണ്ട് കടത്തിവിട്ടത്? കൃഷ്ണകുട്ടി. അയ്യോ, എന്നെ പിടിച്ച് പുറത്ത് തള്ളരുത്. എനിക്ക് പറയാനുള്ളത് അവിടുന്ന് കേൾക്കണം. അവിടുന്ന് എന്നെ വിളിച്ചതുകൊണ്ടാണ് ഞാൻ വന്നത്. ഞാൻ തന്നെ വിളിച്ചെന്നോ? ഉവ്വ്. എനിക്കെങ്ങനെ തോന്നിയതാണ്. രാത്രി ഉറങ്ങുമ്പോ ഭഗവാൻ ശ്രീകൃഷ്ണൻ വന്ന് എന്നെ ശാസിക്കുന്ന പോലെ. എടാ മഹാഭാവി, നീ ദിവാകർജിയെ ധിക്കരിച്ചു ഇല്ലേ? പരമഭക്തനും നീതിനിഷ്ഠനുമായ നിർമ്മല ഹൃദയന്റെ കാൽക്കൽ വീണ് മാപ്പപേക്ഷിക്ക് ആശ്രിത വത്സനായ അദ്ദേഹം പൊറുക്കും. ഇല്ലെന്ന് എനിക്ക് ജന്മമുക്തി കിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ വന്നത്. ആ ഹരികൃഷ്ണനും ബാഹുലേനും ഷാജിയും എല്ലാം ചേർന്ന് എന്നെ മസ്തിഷ്ക പ്രക്ഷാളനം നടത്തിയോണ്ടാ. എന്തോ നടത്തി? മസ്തിഷ്ക പ്രക്ഷാളനം, ബ്രെയിൻ വാഷ്. എന്റെ അപരാധങ്ങളും അവിടുന്ന് പൊറുക്കണം. എനിക്ക് മാപ്പ് തരണം. എന്നെ കൈവെടിയരുത്. ഈ മനംമാറ്റം മന്ത്രിക്കസേര മോച്ചാണെങ്കിൽ നടപ്പില്ല. വേണ്ട, അങ്ങേ സേവിക്കാൻ എനിക്ക് ഒരിക്കൽ കൂടി ഒരു അവസരം തരണം. എനിക്ക് ആരുടെ സേവ ആവശ്യമില്ല. പാർട്ടിക്കാണ് വേണ്ടത്. തനിക്കതിന് കഴിയുമോ? പാർട്ടിയെ സേവിക്കാം. എങ്കിൽ തന്റെ കൂറുമാറ്റത്തിന് കാരണക്കാരായവരെ കുറ്റപ്പെടുത്തി പ്രസ്താവന ഇറക്കണം. ഇറക്കാം. അങ്ങ് പറയുന്ന എന്തും ഞാൻ ചെയ്യാം. മിസ്റ്റർ ബാലേന്ദ്രൻ, നിങ്ങൾ എന്റെ കൂടെ ഒന്ന് വരണം. വീണ്ടും അറസ്റ്റ് ചെയ്യണോ? അല്ല, നിങ്ങളെ DGPക്ക് ഒന്ന് കാണണമെന്ന്. DGPക്ക്? ആ വരൂ. കുടിക്കാൻ കാപ്പിയോ ചായ എന്തെങ്കിലും? ഒന്നും വേണ്ട സാർ. നേരിട്ട് പരിചയമില്ലെങ്കിലും ബാലചന്ദ്രനെ എനിക്കറിയാം. എന്നെ അറിയാം. രാഷ്ട്രീയത്തിൽ വളരെ കുറച്ചു പേരുമായിട്ട് എനിക്ക് അടുപ്പമുള്ളൂ. അതിലൊരാളായിരുന്നു നിങ്ങളുടെ അച്ഛൻ.
തൃശ്ശൂർ വെച്ച് അദ്ദേഹം കൊല്ലപ്പെടുമ്പോൾ ഞാൻ അവിടുത്തെ SP ആയിരുന്നു. ഏതായാലും അച്ഛൻ്റെ അനുഭവം നിങ്ങൾക്കുണ്ടായില്ല, ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു. കൊല്ലപ്പെട്ടില്ല എന്ന് മാത്രം. പക്ഷേ എന്നെ അതിനോ നിങ്ങൾ നിരപരാധിയാണ്. പക്ഷേ നിങ്ങളുടെ വേണ്ട സാർ, ആ കാര്യങ്ങളെ കുറിച്ചൊന്നും ഇനി 4 കൊല്ലത്തെ ജയിൽ ശിക്ഷയല്ലേ നിങ്ങൾ അനുഭവിച്ചിട്ടുള്ളൂ. എന്നാ നിങ്ങളുടെ പാർട്ടി അധികാരത്തിൽ വന്നപ്പോഴൊക്കെ എന്നെ ഹരാസ് ചെയ്തിട്ടുണ്ട്. പാർട്ടി എന്ന് പറയരുത് സാർ. അതിലെ നേതാക്കളിൽ ചിലർക്ക് അങ്ങയോട് വൈരാഗ്യം ഉണ്ടായിരുന്നു. പാർട്ടിയും ജാതിയും മതവും ഒന്നും നോക്കാതെ കുറ്റം ചെയ്തതിന്റെ പേരിൽ നടപടി എടുക്കണം എന്ന പ്രിൻസിപ്പളിൽ ഉറച്ചു നിന്നാണ് ഞാൻ അവരോട് ചെയ്ത തെറ്റ്. ഈ കസേര അതിനുള്ള ശിക്ഷയാ. എല്ലാ അധികാരങ്ങളും വെട്ടിച്ചുരുക്കി എന്നെ ഇവിടെ ഇങ്ങനെ തളച്ചിട്ടു. DGP, ഡെമ്മി ജനറൽ ഓഫ് പോലീസ്. ജീവിതത്തിൽ ഇതിലും വലിയ പരീക്ഷണങ്ങൾ നേരിട്ടവനാണ് ഞാൻ. ദുരന്തങ്ങളും. ഭാര്യ നേരത്തെ മരിച്ചു. ഒരു മകളെ ഉണ്ടായിരുന്നുള്ളൂ. മിലിറ്ററി ഓഫീസറായ ഭർത്താവിന്റെ കൂടെ അവള് ജമ്മുവിലായിരുന്നു. ഒരു ഗ്രനേഡ്. ആ ജീപ്പിലുണ്ടായിരുന്ന അവർ 2 പേര് പോയി. എനിക്ക് പിന്നീടൊരു മകനെ പോലായിരുന്നു ജിമ്മി. അറിയില്ലേ? ജിമ്മി ജോർജ് വോളിബോൾ നാഷണൽ ഇന്റർനാഷണൽ സ്റ്റാറായി വളർന്ന എന്റെ ജിമ്മി പോലീസ് ഫോഴ്സിനൊരു അഭിമാനമായിരുന്നു. ഇറ്റലി വെച്ചൊരു കാർ ആക്സിഡന്റിൽ അവനും. ഇനി എനിക്ക് വലിയ മോഹങ്ങളൊന്നുമില്ല. ഇവരുടെയൊക്കെ ഓർമ്മയ്ക്കായി ഒരു അനാഥാലയം തുടങ്ങാമെന്ന് വെച്ചു. ഉറ്റവരും ഉടയരും ഇല്ലാത്ത സ്ത്രീകൾക്കായി. കുറച്ച് കുടുംബസ്വത്തുണ്ടായിരുന്ന വിറ്റു. പിന്നെ അത് നോക്കി നടത്താൻ കഴിവുള്ള ഒരാളെ വേണമായിരുന്നു. ദൈവം കൊണ്ട് തന്നു. അതിനെല്ലാം കൊണ്ടും പറ്റിയ ഒരാളെ. ആഹാരമൊക്കെ സമയത്ത് കിട്ടുന്നുണ്ടോ? ജോലിയൊക്കെ ചെയ്യുന്നുണ്ടോ? ഇവിടുത്തെ ജോലിയൊക്കെ എങ്ങനെയുണ്ടമ്മേ? ജോലിയല്ല, ഒരു സർവീസായിട്ടാണ് ഞാനിത് ഏറ്റെടുത്തത്. മുമ്പ് പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചപ്പോൾ ഉണ്ടായതിനേക്കാൾ കൂടുതൽ സംതൃപ്തി എനിക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. നീ കണ്ടില്ലേ ഇവിടുത്തെ അന്തേവാസികളെ? ഇവരനുഭവിച്ച ദുഃഖവും വേദനയും അറിയുമ്പോൾ ഞാൻ അനുഭവിച്ചൊക്കെ എത്ര നിസ്സാരം. ആ അത് പോട്ടെ, നീ ഇനി എന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഒന്നും തീരുമാനിച്ചിട്ടില്ല. നീ ജയിലിലായിരുന്നപ്പോൾ എനിക്ക് ഇത്ര വിഷമം ഉണ്ടായിരുന്നില്ല. പുറത്തു വന്ന നിന്റെ കാര്യത്തിൽ എനിക്ക് പേടിയുണ്ട്. അമ്മ ആവശ്യമില്ലാതെ ഭയപ്പെടുകയാണ്. ഇനിയും ഞാൻ അവരുടെ ചതിയിൽപ്പെടുമെന്ന് കരുതണ്ട. എന്നെ നോക്കാൻ എനിക്കറിയാം. ഇപ്പൊ അമ്മയുടെ കാര്യത്തിലാ എനിക്ക് വിഷമം. ഇവിടെ ഇങ്ങനെ ഞാൻ പറഞ്ഞില്ലേ ബാല, എനിക്കിവിടെ പ്രശ്നങ്ങളൊന്നും ഇല്ല. ആദ്യം സ്വന്തമായി ജീവിക്കാൻ നീ ഒരു വഴി കാണും. അല്ലാണ്ട് നിനക്കൊരു ഭാരമായി ഞാൻ വരില്ല. അപ്പോഴേ ആളെ കസ്റ്റഡിയിലെടുത്ത് നേരെ ഇങ്ങോട്ടാ കൊണ്ടുവന്നിരിക്കുന്നത്. ഒന്ന് കുളിക്കുകയും ഭക്ഷണം കഴിക്കുകയൊക്കെ വേണ്ടേ? നിങ്ങൾക്ക് സംസാരിക്കാൻ ഇനി സമയമുണ്ടല്ലോ. വരും. എവിടേക്കാ? ഇവിടെ അടുത്ത് തന്നെ DGPയുടെ ബംഗ്ലാവിൽ ഇഷ്ടം പോലെ സ്ഥലമുണ്ട്. കുറച്ച് ദിവസം അവിടെ കൂടുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പിന്നെ ആഫ്റ്റർ കെയർ പോലീസിൻ്റെ കൂടെ ഡ്യൂട്ടി ആണല്ലോ. ഇടയ്ക്ക് അമ്മ വന്ന് കാണുകയും ചെയ്യാം. വരും. വരാം. കഴിക്കടോ. സാർ, എൻ്റെ അച്ഛൻ്റെ മരണത്തെപ്പറ്റി പാർട്ടി നേതൃത്വവുമായി ബന്ധപ്പെടുത്തി പലതും പറഞ്ഞു കേട്ടിരുന്നു. എന്നാൽ അതൊക്കെ ബൂർഷ്വാ പത്രങ്ങൾ പടച്ചിറക്കുന്ന നുണക്കഥകളായാണ് പലരും കരുതിയത്, ഞാനും. പക്ഷേ എന്നോട് ചെയ്ത ക്രൂരത ഓർക്കുമ്പോൾ എൻ്റെ അച്ഛൻ്റെ മരണത്തെപ്പറ്റി കേട്ടതും ശരിയായിരുന്നു എന്ന് തോന്നുന്നു. വർഷങ്ങൾക്ക് മുമ്പ് നടന്നൊരു സംഭവം. അതേപ്പറ്റി ഇനി പറഞ്ഞിട്ടെന്തിനാ? എങ്കിലും സാറിന് അറിയായിരിക്കുമല്ലോ, അതുകൊണ്ട് ചോദിക്കുക. എന്താണ് സത്യം? ആരാണ് സാർ എൻ്റെ അച്ഛനെ കൊന്നത്? അന്ന് നിങ്ങളുടെ പാർട്ടിയായിരുന്നല്ലോ ഭരണത്തില്. എന്നിട്ടും അന്വേഷണത്തിന്റെ പകുതിക്ക് വെച്ച് എന്നെ ട്രാൻസ്ഫർ ചെയ്തത് സത്യം പുറത്തു വരുന്നുള്ള ചിലരുടെ ഭയം കൊണ്ടായിരിക്കണം. പക്ഷേ
ആരൊക്കെയായിരുന്നു ആ കൊലയ്ക്ക് പിന്നിലെന്ന് തീർത്ത് പറയാൻ എനിക്കാവില്ല. Just a minute. വരൂ. വേണ്ട, ഒന്ന് കാണണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ. കേട്ടപ്പോ വിശ്വസിച്ചില്ല. നീയും എന്നോട് ഇങ്ങനെ. നീ അറിഞ്ഞിരുന്നില്ല എന്റെ മനസ്സ്. ഇതാണ് വിധി. അച്ഛൻ മരിച്ചു, ചെറിയമ്മ അന്നേ ഇറങ്ങിപ്പോയി, അനിയൻ ജയിലിലും. ഒറ്റയ്ക്ക് ഞാൻ ആ വീട്ടിൽ. സഹായിക്കാൻ പാർട്ടി സെക്രട്ടറി തന്നെ ആദ്യം വന്നു. തിരിച്ചയാൾക്ക് വേണ്ടിയിരുന്നത് ഞാൻ ആട്ടിയിറക്കി. പിന്നീട് രാത്രിയിൽ പലരും വന്ന് വാതിൽ മുട്ടി. അവിടെ എനിക്കൊരു തഴുത ആവശ്യമായിരുന്നു. തടയാൻ ഒരാണിന്റെ തുണ. ഞാൻ കാരണം അദ്ദേഹത്തെ കൂടി ക്യാമ്പിൽ നിന്ന് പിരിച്ചുവിട്ടു. പല വിധത്തിലും ദ്രോഹിച്ചു. എല്ലാം സഹിച്ചുകൊണ്ട് ആ മനുഷ്യൻ എനിക്ക് വേണ്ടി ജീവിക്കുകയാണ്. ആർക്കും വഴങ്ങാതെ, അഭിമാനം വിൽക്കാതെ എന്നെ പുലർത്താൻ. അദ്ദേഹം വരുന്നുണ്ട്. ബാലേട്ടൻ പൊയ്ക്കോളൂ. എന്നെ കാണാൻ ഇനി ഇങ്ങോട്ട് വരരുത്. ഞാൻ എന്നോടൊന്നും എത്രയായി? 317 രൂപ 50 പൈസ. 317 രൂപ 50 പൈസ. ഒരു ലാർജ് കൂടെ വേണം. സോറി സാർ, ബാർ ക്ലോസ് ചെയ്തു. ഇതെന്താ ബാങ്കാണോ ക്ലോസ് ചെയ്യാൻ? പോയി ഒരു ലാർജ് കൂടെ കൊണ്ടുപോവാ. ബാർ ക്ലോസ് ചെയ്തെന്ന് പറഞ്ഞില്ലേ? പോയി എടുത്തോണ്ട് പോണം. എനിക്കിനിയും കുടിക്കണം. ഐ വാണ്ട് ടു ഡ്രിങ്ക്. എനിക്കിനിയും കുടിക്കണം. കുഴപ്പമുണ്ടാക്കാത്ത കുടിച്ച കാശ് കൊടുത്തിട്ട് പോടാ. നീ ആരടാ അത് പറയാൻ? നിക്ക്, ഇനി അടിച്ചാവൻ ചത്തു. ഒരു കൊലക്കേസിന്റെ പേരിൽ 4-5 കൊല്ലം ജയിൽ ശിക്ഷ കഴിഞ്ഞ് വരുന്നവനാ ഞാൻ. അവിടെ ജീവിതം അത്ര വലിയ സുഖമൊന്നുമില്ല. വിട്ടേര്. വിശ്വസിച്ചവരും കൂടെ പ്രവർത്തിച്ചവരും വഴിമാറിപ്പോയതിന് താനിങ്ങനെ നിരാശപ്പെട്ടിട്ട് കാര്യമില്ല. സ്വന്തം പാർട്ടിയിൽപ്പെട്ടവർ തന്നെ അതിലും വലിയ ക്രൂരത എന്നോട് ചെയ്തിട്ടുണ്ട്. അന്ന് നിന്നെ പോലീസിന് ഒറ്റിക്കൊടുത്തതും അവരാണ്. എനിക്കതിൽ പങ്കുണ്ടായിരുന്നില്ല ശിവൻ. ഇന്നും നിന്നെ ഒരു അനിയനെ പോലെ സ്നേഹിക്കുന്നവനാ ഞാൻ. ഈ കള്ളുകൂടിയും വഴക്കും കളഞ്ഞ് നിനക്ക് എന്റെ കൂടെ നിന്നൂടെ? മുമ്പൊരിക്കൽ ഇതുപോലെ ഞാൻ നിന്നെ ഉപദേശിച്ചിരുന്നു, ഓർക്കുന്നുണ്ടോ?
ജനാധിപത്യ വ്യവസ്ഥ നിലവിലുള്ള ഈ രാജ്യത്ത് തോക്കിൻ കുഴലിലൂടെ വിപ്ലവം എന്ന ആശയത്തിന് പ്രസക്തിയില്ല എന്ന് ഇപ്പൊ ഞാൻ വീണ്ടും തിരുത്തി പറയുകയാണ്. ബുള്ളറ്റും ബാലറ്റുമല്ല, ബ്ലാക്ക് മണിയാണ് ഇവിടെ അധികാരം പിടിച്ചെടുക്കുന്നത്. ആ കറുത്ത ശക്തികളെ നേരിടാനാണ് ഞാൻ നിന്നെ വിളിക്കുന്നത്. എന്നോടൊപ്പം നിൽക്കാമോ? ബഹുമാന്യരെ, അടുത്തതായി ഈ സ്ഥാപനത്തിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ജനാബ് കോയക്കുട്ടി സാഹിബ് അവരെ ക്ഷണിച്ചുകൊള്ളുന്നു. ഇതെന്താണിത്? ഈ വിളക്ക് കൊളുത്തിക്കൊണ്ടാണ് ഉദ്ഘാടനം. അതിന് ഈ വലിപ്പത്തിൽ വേറെ ആളോക്കണം. ഇന്ന് അതിന് കിട്ടൂല. കൊണ്ടുപോയിക്കോ മോളെ. ഇതാണ് എന്നെ കൂട്ടിക്കൊണ്ടുവന്നത്. ഇത് ഞാൻ ചെയ്യില്ല. ഇത് നമുക്ക് ഹറാമാണ്. അയ്യോ, വിളക്ക് ഐശ്വര്യത്തിന്റെ പ്രതീകമല്ലേ സാർ? അത് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി. വേറെ എന്തെല്ലാം കത്തിക്കാണ്ട് വല്ല ചൂട്ടോ ചന്ദനത്തിലോ സാമ്രാണിയോ എന്തിന് ഒരാളെ കരുതി തന്നാളാ ഞാൻ കത്തിച്ചേരാ. ബഹുമാന്യരെ, ഈ ഉദ്ഘാടന കർമ്മത്തിന് നിലവിളക്ക് കൊളുത്താൻ നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രിയുടെ സംസ്കാരം അനുവദിക്കാത്തത് കൊണ്ട് ചന്ദനത്തിരി കത്തിച്ച് അദ്ദേഹം ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നതാണ്. ഈ വീട് ഞാൻ അമ്മയ്ക്ക് വേണ്ടി വാങ്ങിച്ചതാണ്. അകം കാണണ്ടേ? വാ. വരൂ. ഇനി അമ്മ ഇവിടെ താമസിക്കണം. ഇത്രയും വലിയ സൗകര്യങ്ങളൊന്നും എനിക്ക് വേണ്ട. വിചാരിച്ചിരുന്നെങ്കിൽ ഇതിനേക്കാൾ വലിയ മണിമാളിക തീർക്കാൻ നിന്റെ അച്ഛന് കഴിയുമായിരുന്നു. പക്ഷെ അദ്ദേഹം വിശ്വസിച്ച ആദർശങ്ങൾ അതിനനുവദിച്ചില്ല. സ്വന്തം സുഖത്തിനു വേണ്ടി അന്യരെ വഞ്ചിച്ചും പാവങ്ങളെ ചൂഷണം ചെയ്തും പണം ഉണ്ടാക്കുന്നത് തെറ്റാണെന്ന് അദ്ദേഹം കരുതി. അതേ തത്വത്തിൽ വിശ്വസിക്കുന്നതാണ് ഞാനും. അമ്മേ, ഞാൻ ആരെയും വഞ്ചിച്ചിട്ടില്ല, ചൂഷണം ചെയ്തിട്ടുമില്ല. പിന്നെ എങ്ങനെയാടാ ഈ പണം ഉണ്ടായത്? അതാരും അന്വേഷിക്കാറില്ല. ഏത് വഴിയിലൂടെ സമ്പാദിച്ചാലും ശരി, പണക്കാരനിവിടെ സ്ഥാനമുണ്ട്, അംഗീകാരമുണ്ട്. പണമാണ് ഈ സമൂഹത്തിലെ ഏറ്റവും വലിയ ശക്തി. അത് നേടുകയായിരുന്നു എന്റെ ലക്ഷ്യം. എനിക്ക് ബോധ്യമായി. മുമ്പ് കള്ളക്കടത്തുകാരുമായി നിനക്ക് ബന്ധമുണ്ടെന്ന് കേട്ടപ്പോ ഞാൻ വിശ്വസിച്ചില്ല. ഒരു കൊലക്കേസ് പ്രതിയായി നീ ജയിലിൽ പോയപ്പോ ഞാൻ വേദനിച്ചു. പക്ഷെ ഇപ്പൊ എല്ലാം ഞാൻ ചെയ്യുന്നുണ്ട്. എന്നെ തോൽപ്പിച്ചവരെ ജയിക്കാൻ, ചെയ്യാത്ത കുറ്റത്തിന് 4.5 കൊല്ലക്കാലം എന്നെ ജയിലിൽ അയച്ചവരെ വെറുതെ വിടുമെന്ന് നമ്മ കരുതിയോ? വേണമെങ്കിൽ അവരെ ഒന്നൊന്നായി കണ്ടുപിടിച്ച് വെടിവെച്ചുകൊള്ളാൻ എനിക്ക് കഴിയും. പക്ഷെ അതിലും നല്ല വഴി ഇതാണെന്ന് എനിക്ക് തോന്നി. ആ വഴിയിലേക്ക് നീ എന്നെ വിളിക്കരുത്. ഞാൻ വരില്ല. നിന്റെ ഒരു വലിയ ആഗ്രഹമാണെന്നും പറഞ്ഞല്ലേ എന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത്. പകരം ഈ അമ്മയുടെ ഒരു ആഗ്രഹം നീ സാധിച്ചു തരണം. അനാഥരായ കുറെ സ്ത്രീകൾ അവിടെയുണ്ട്. അവരോടൊപ്പം കഴിയാൻ, സമാധാനത്തോടെ മരിക്കാൻ. ഈ ചിത്രം ഇവിടെ ഈ പൂജ്യസ്ഥാനത്ത് വെച്ചുകൊണ്ട് നീ ചെയ്യുന്ന വൃത്തികേടുകൾ ഒരിക്കലും ഞാൻ സഹിക്കില്ല. ദയവായി ഇതെങ്കിലും ഇവിടെ നിർത്തൊന്ന് മാറ്റൂ. അമ്മേ, വിളിക്കരുത്. ഇനി ഇവിടെ നിന്നാ എനിക്ക് പൊള്ളും.
സോറി ഞാൻ അല്പം താമസിച്ചു തട്ട് വന്നാട്ടെ. രമേശ് പാർട്ടി സെക്രട്ടറിക്ക് ആയോ മഹേഷ് അകമ്പടി? ഒന്ന് പതുക്കെ പറ. മുഖ്യമന്ത്രിയെക്കാളും വലിയ പവറാ ഇയാൾക്കിപ്പം. ട്രാൻസ്പോർട്ടിനെ കമ്പനി ആക്കുന്നതോ ഇലക്ട്രിസിറ്റി ബോർഡിനെ കോർപ്പറേഷൻ ആക്കുന്നതോ ഒന്നുമല്ല ഇവിടുത്തെ പ്രശ്നം. ജനങ്ങളുടെ ക്ഷമയെ നമ്മൾ പരീക്ഷിക്കാൻ പാടില്ല. ഈ ഭരണം വന്നതിന് ശേഷം ഇവിടെ പിരിച്ചുവിടലും പിരിക്കലും മാത്രമല്ലേ നടക്കുന്നുള്ളൂ. അല്ലേ? അതാ പറഞ്ഞത്. ലൂക്കോസ് പ്രതിപക്ഷത്തായിട്ടും കൂടെ ഇരിക്കാൻ ഞാൻ സമ്മതിച്ചത് അയാൾ നിങ്ങളുടെ ബിസിനസ് പാർട്ണർ ആയതുകൊണ്ടാണ്. പക്ഷേ ഈ ഹരികൃഷ്ണൻ മുഖ്യമന്ത്രി തിരുത്താൻ നടക്കുന്ന നാറിയാണ്. നമ്മളിവിടെ ആലോചിക്കുന്ന കാര്യങ്ങൾ നാളെ നാട്ടിൽ പാട്ടാകും, പത്രത്തിൽ അച്ചടിച്ചു വരും. എന്റെ സോമി, ഇറക്കി വിടണോ അവനെ? അല്ല വക്കീലേ, ഇയാപ്പ പോവല്ലേ? അല്ല, നിങ്ങ ഇവിടെ നിന്ന ഇമ്മണി പ്രശ്നമുണ്ടേ. ശശി പറഞ്ഞു അല്ലേ? അവനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ ഞാൻ വേണ്ടിയിരുന്നു, മുഖ്യമന്ത്രിയെയും. അതൊന്നും ഇയാ പറയണ്ട, ഞങ്ങൾക്ക് ഇവിടെ പല കാര്യങ്ങളും ആലോചിക്കാനുണ്ട്. മിസ്റ്റർ ദാസപ്പൻ, ഇതെന്റെ പ്രസ്റ്റീജ് ഇഷ്യൂ ആണ്. ഇവൻ എന്നെ ഇവിടുന്ന് പുറത്താക്കിയെന്ന് വന്നാൽ അതെനിക്ക് ക്ഷീണമാണ്. ഇയാ നമ്മളെ ക്ഷീണിച്ചാലും വലിയ കുഴപ്പമൊന്നും ഉണ്ടാകാൻ പോണില്ല. ഇയാ പുറത്താട്ട് പോ, പുറത്താട്ട് പോണോ? ഹരി